അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സദസ്യരെ, ജനാധിപത്യത്തിൻ്റെ ദീപസ്തംഭമാണ് ഇന്ത്യ. വോട്ട് മുഖേന ജനങ്ങളുടെ ശബ്ദം ഉയർത്തുന്നതിൽ നിന്ന് ലോകത്തിന് പഠിക്കാൻ ഏറെയുണ്ട് എന്നാണ് ദക്ഷിണാഫ്രിക്കൻ നേതാവ് നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ. ജനാധിപത്യത്തിൻ്റെ നെടുംതൂണാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾ ജനാധിപത്യത്തിൽ തങ്ങളുടെ പ്രതിനിധിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു അഭിപ്രായ രേഖപ്പെടുത്തൽ മാത്രമാണ് വോട്ട്. 18 വയസ്സ് തികഞ്ഞ ഓരോ ഇന്ത്യൻ പൗരനും ഭരണഘടന വോട്ടിന് അവകാശം നൽകുന്നു. ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത് 1951 ഒക്ടോബർ 25 അരുണാചൽ പ്രദേശിലാണ്. അവിടെ വെച്ച് തന്നെയാണ് ആദ്യ വോട്ടറായി അറിയപ്പെടുന്ന സിയാം സാരാഗ്നഗിയെയും നാം അറിയുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്യം എന്താണ്? സുതാര്യവും നിഷ്പക്ഷയോഗ്യവുമായ വിശ്വാസയോഗ്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തൽ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തം. അതിന് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അസ്തിത്വവും പദവിയും അധികാരവുമെല്ലാം ഭരണഘടന ഇലക്ഷൻ കമ്മീഷന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 1949 ജൂൺ 15 ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറുടെ ശക്തവും കർക്കശവുമായൊരു നിർദ്ദേശമുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്ന വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള അനീതിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇതിനെല്ലാം തീർത്തും തിരസ്കരിച്ച് മോദി സർക്കാരിന്റെ 3-ാം ഊഴം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയത് ഭരണഘടന 326-ാം അനുച്ഛേദം നൽകുന്ന പൗരന്റെ വോട്ടവകാശം സംരക്ഷിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരൊറ്റ മുറിയിൽ 50 വോട്ടർമാർ, ഒരച്ഛന് 50 മക്കൾ. ഇത്തരം വ്യാജ വോട്ടർ പട്ടികയാണ് പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലൊതുങ്ങുന്നില്ല. മഹാദേവപുരത്തെ 1 ലക്ഷത്തിലേറെ അനർഹരെ തിരികെ കയറ്റുകയും 11,965 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരും തുടങ്ങി വ്യാജ ID വോട്ടർമാരും ഒറ്റ അഡ്രസ്സിൽ രേഖപ്പെടുത്തിയ ബൾക്ക് വോട്ടർമാരും തുടങ്ങി വ്യാജ വോട്ടർ പട്ടികയുടെ നീണ്ട നിരയാണ് നിയമവിരുദ്ധമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ സ്ഥിതി നമ്മുടെ കേരളത്തിലും വിപരീതമല്ല. ഏറെ വിദ്യാഭ്യാസപരവും സാങ്കേതികപരമായും മികച്ചു നിൽക്കുന്നു എന്നെല്ലാം നമുക്ക് വീമ്പിളക്കുമ്പോൾ പോലും 30,000-ലേറെ അനധികൃത വിലാസങ്ങൾ ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ മാത്രം ഉള്ളത് എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എവിടെയാണ് നമ്മുടെ ജനാധിപത്യം എത്തി നിൽക്കുന്നത്? എന്നാൽ ഇത്തരം ദുഷ്പ്രവർത്തനങ്ങൾക്ക് ഭരണകക്ഷിക്ക് കൂട്ടുനിൽക്കുന്ന പ്രവണത കൂടിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് സംജാതമായിരിക്കുന്നത്. തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവർക്ക്, തങ്ങൾക്കെതിരെ തിരിയുന്നവർക്ക് നേരെ വെല്ലുവിളി ഉതിർത്ത് സ്വയം തിരുത്തുകളും പരിശോധനകളും നടത്തുന്നതിന് പകരം എതിർക്കുന്നവരെ വെല്ലുവിളിച്ച് ഒഴിഞ്ഞു മാറാനുള്ള നിഗൂഢ ശ്രമങ്ങളാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നൊരു മുഖമുണ്ട്. TN ശേഷൻ എന്ന ആ മഹാമനീഷിയുടെ മുഖം. നീതിക്കും സത്യത്തിനും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത മനുഷ്യൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിച്ച മനുഷ്യൻ. അതുകൊണ്ട് തന്നെയാവാം മുൻ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ പറഞ്ഞു വെച്ചത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകത്തിലെ ഏറ്റവും വിശ്വസനീയ സംവിധാനങ്ങളിൽ ഒന്നാണ് എന്ന്. ഇതാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷവും വിശ്വാസയോഗ്യവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതെങ്കിൽ ഇന്ന് നേപ്പാളിൽ നടക്കുന്ന തെരുവ് പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യുമെന്നതിൽ തീർച്ചയാണ്.
അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ജനാധിപത്യത്തിന്റെ അടിവേറിറക്കുമെന്നതിലും സംശയമില്ല. അതുകൊണ്ട് മതേതര ജനാധിപത്യം രാജ്യത്ത് നിലനിന്നാൽ മാത്രമേ ഇന്ത്യ എന്ന സങ്കല്പത്തിന് നിലനിൽപ്പുള്ളൂ. അത് സാധിക്കണമെങ്കിൽ കള്ള വോട്ടിനെതിരെ, വോട്ട് കൊള്ളക്കെതിരെ കടുത്ത പ്രക്ഷോഭത്തിന്റെ ജന്മത്തിന് നാം തുടങ്ങിയാലേ നമുക്ക് സാധ്യമുള്ളൂ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.